വയനാട് ആടിക്കൊല്ലിയിലും കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ആടിക്കൊല്ലി സ്കൂളിലേക്ക് എത്തിയ കുട്ടികളെ അധികൃതർ തിരിച്ച് വീടുകളിലേക്ക് തന്നെ അയച്ചു. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണം എന്ന് അധ്യാപകരും നാട്ടുകാരുമൊക്കെ ആവശ്യപ്പെടുകയാണ്. വയനാട്ടിൽ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞതു മുതൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം വലിയ ആശങ്കയിലാണ്. പലപ്പോഴും ഈ ആളുകൾക്ക് ജോലിക്കിറങ്ങാനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഭീതിജനകമായ സാഹചര്യത്തിൽ ഉണ്ട് താനും. ഇപ്പോൾ ഈ ആടിക്കൊല്ലി ഭാഗത്ത് ഒരു കടുവയെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ തന്നെ ഒരു പ്രദേശവാസി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ RRT സംഘത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പരിശോധനയും നടന്നു വരികയാണ്. സമീപത്ത് തന്നെയുള്ളൊരു സ്കൂളിലേക്ക് ഇന്ന് കുട്ടികൾ എത്തിയപ്പോൾ അത് ആ കുട്ടികളെ തന്നെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായത് അവരുടെ ഭീതി കൊണ്ടാണ്. ഈ സമയത്ത് സ്കൂൾ തുറന്നു പ്രവർത്തിക്കുന്നത് ശാശ്വതമല്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഏതായിരുന്നു സ്കൂള്? ദേവമാത LPS ആടിക്കൊല്ലി. രാവിലെ ഒരു 6:45-7 മണിയോട് കൂടിയാണ് ഇവിടെ ഒരു പ്രദേശവാസി പുല്ല് ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ കടുവയെ കണ്ടു എന്നുള്ളൊരു ന്യൂസ് വരുന്നത്. ഒരു 8:20 ഒക്കെയാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ മുതൽ പിന്നെ രക്ഷിതാക്കൾ വിളിക്കുന്നുണ്ട്, കുട്ടികളെ സ്കൂളിലേക്ക് വിടണമോ, എന്താണ് സ്കൂളിൽ നിന്ന് ലീവ് ഉണ്ടോ അവധിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. 8:45 ഞങ്ങൾക്ക് ആദ്യ ട്രിപ്പുകൾ വരുന്നതാണ് സ്കൂളിൽ. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഒരു അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വന്ന കുട്ടികളെ നേരത്തെ ടീച്ചർമാർ അധ്യാപകർ സ്കൂളിലെത്തി അവരെ സുരക്ഷിതരായി മടക്കി അയക്കുകയാണ് ചെയ്തത്. ഒരു ഭയമുള്ള സാഹചര്യം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഭയമുള്ള സാഹചര്യമാണല്ലോ. നമ്മുടെ തൊട്ടടുത്താണ് കടുവയുള്ളത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അധ്യയനം മുടങ്ങുന്നത് അത് നമുക്ക് ആശങ്കയാണ്. LSS പരീക്ഷയൊക്കെ ഉള്ള സമയം, അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പം കടുവ എത്രയും പെട്ടെന്ന് പിടിക്കുക, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നോർമലായിട്ടുള്ള സാധാരണഗതിയിലുള്ള ജീവിതത്തിലേക്ക് ഇവർക്കെല്ലാം തിരിച്ചു വരണം. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യം മാത്രമല്ല, സ്ഥിരമായിട്ട് രാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ, മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പുറത്തിറങ്ങുന്നവരെല്ലാം ഇത്തരത്തിൽ ഭയാശങ്കയോടെ കഴിയുന്ന സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും കടുവയെ പിടിക്കുക, അതിന് RRT സംഘമൊക്കെ വനപാലകരൊക്കെ കൃത്യമായി പ്രവർത്തിക്കുക എന്നതാണ് ഇവരും പറയുന്നത്. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, വയനാട്.